PSC കേരള PSC ഇലക്ട്രോണിക്സിന്റെ എക്സാംസ് എഴുതാനിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടാണ് മെയിൻ ആയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഈ വരുന്ന വർഷം 2025 ഇലക്ട്രോണിക്സുകാർക്ക് വേണ്ടി ഏതൊക്കെ എക്സാംസ് വരുന്നു ഈ വരുന്ന വർഷം? മെയിൻ ആയിട്ട് 3 എക്സാം ആണ് വരുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്, മറ്റൊന്ന് ലെക്ചറർ ഇൻ പോളിടെക്നിക് ആണ്, പിന്നൊന്ന് വരുന്നത് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ആണ് വരുന്നത്. അപ്പോ ഈ 3 എക്സാമിന്റെ കേസിൽ പറയുന്നത് വെച്ചാൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിടെക് ഇലക്ട്രോണിക്സുകാരനെയാണ് വിളിച്ചേക്കുന്നത്. ലെക്ചറർ ഇൻ പോളിടെക്നിക്കും ബിടെക്കുകാരെ തന്നെയാണ് വിളിച്ചേക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയറിൽ പറഞ്ഞേക്കുന്നത് ഡിപ്ലോമ എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മുടെ ബിടെക്കാർക്ക് ഇതും അപ്ലൈ ചെയ്യാം. ഓക്കെ, ആ കാര്യത്തിൽ ഡൗട്ട് വേണ്ട. ഇപ്പോ കുറച്ച് എൻക്വയറീസ് വന്നിട്ടുണ്ടല്ലോ എഞ്ചിനീയേഴ്സിന്റെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചിട്ട്, അതിന് ഡൗട്ട് വേണ്ട, ബിടെക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതുള്ളൂ. അപ്പൊ മെയിൻ ആയിട്ട് 3 എക്സാമുകളാണ് നിങ്ങൾക്ക് ഈ വരുന്ന വർഷം 2025 മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? എക്സാംസിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ജൂലൈ ടു സെപ്റ്റംബർ ആകാനാണ് സാധ്യത. ഏത് അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ ജൂലൈ ടു സെപ്റ്റംബർ ആകാനാണ് സാധ്യത. ലെക്ചർ ഇൻ പോളിടെക്നിക്കിന്റെ ഓഗസ്റ്റ് ടു ഒക്ടോബർ, ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ മാസങ്ങളിൽ ഏതെങ്കിലും ദിവസമാകാനുള്ള സാധ്യതയുണ്ട്. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് സെപ്റ്റംബർ ടു നവംബർ ഈ മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസമാണ് എക്സാം വരാൻ സാധ്യത കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു കൊല്ലം പ്രിപ്പയർ ചെയ്യാൻ ടൈം ഉണ്ട് അല്ലെ? ആദ്യത്തെ കുറെ മാസങ്ങൾ നിങ്ങൾക്ക് അവിടെ പ്രിപ്പയർ ചെയ്യാൻ നല്ല രീതിയിൽ ടൈം ഉണ്ട്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാവുന്നതുള്ളൂ, റാങ്ക് ലിസ്റ്റിൽ പെടാവുന്നതുള്ളൂ, ജോലിക്ക് കയറാവുന്നതുള്ളൂ. അപ്പൊ ആ രീതിയിൽ തന്നെ എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കൂടെ നോക്കണമെന്ന് വെച്ചാൽ സിലബസ് വെച്ച് നോക്കുകയാണെങ്കിൽ 3 എക്സാം ഉണ്ട്. ഓരോ എക്സാമിനും ഓരോ രീതിയിൽ പഠിക്കണ്ടേ എന്നുള്ള രീതിയിൽ നിങ്ങൾ ടെൻഷൻ അടിച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സിലബസ് ഒക്കെ നോക്കുമ്പോൾ കുറെ പോർഷൻസ് എങ്ങനെയാണ് വളരെ സിമിലർ ആയിട്ടുള്ള പോർഷൻസ് തന്നെയാണ് സിലബസിലൊക്കെ വന്നേക്കുന്നത്. ഈ വരുന്ന എക്സാമിന്റെ സിലബസ് ഇതുവരെ നമ്മുടെ PSC നോട്ടിഫിക്കേഷൻ ഇതിൽ വിട്ടിട്ടില്ല. വരും ദിവസങ്ങളിൽ തന്നെ വരുന്നതാണ് സിലബസ് മൊത്തം. നമ്മളിപ്പോ കഴിഞ്ഞ വട്ടത്തെ സിലബസ് വെച്ചിട്ടാണ് ക്രോസ് ചെക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ആ സിലബസ് വെച്ച് നോക്കുമ്പോൾ സിലബസിൽ വലിയ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. കുറെയൊക്കെ കോമൺ ടോപ്പിക്സ് തന്നെയാണ് വരുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ചോദ്യങ്ങൾ വരുന്ന ടൈപ്പും നമ്മുടെ ലെക്ചർ ഇൻ പോളിടെക്നിക് ചോദ്യങ്ങൾ വരുന്ന ടൈപ്പും തമ്മിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പാറ്റേണിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എഞ്ചിനീയറിംഗ് PSC നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്ന രീതിയിൽ ഗേറ്റ് ലെവലിലുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിന്റെ കീഴിൽ പഠിച്ച പോർഷൻസിന്റെ കീഴിൽ ഇതിൽ എന്ത് ചോദ്യം ചോദിച്ചു എന്ന് വെച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ ഈ ലെക്ചർ ഇൻ പോളിടെക്നിക്കിന്റെ കോഴ്സ് ഇവിടെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 16 ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ലൈവ് ക്ലാസ്സിലൂടെയാണ് കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് സിലബസ് ലൈവ് ക്ലാസ്സിലൂടെയാണ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുറെ കുട്ടികൾ ഇപ്പൊ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ഓൾറെഡി കഴിഞ്ഞ പോർഷൻസിന്റെ ലൈവ് ക്ലാസ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് അതൊക്കെ ആലോചിക്കാവുന്ന ഒരു കേസാണ്. പക്ഷെ നമുക്ക് ഇതിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഈ ക്ലാസ്സസ് മിസ് ആവാണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് എഞ്ചിനീയർ അസിസ്റ്റന്റിന്റെ പോസ്റ്റിന്റെ ക്ലാസ്സുകളും ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും പെട്ടെന്ന് താല്പര്യമുള്ള കുട്ടികൾ വന്ന് ജോയിൻ ചെയ്യുക. നമ്മൾ ലെക്ചർ ഇൻ പോളിയുടെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ലൈവ് ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റെക്കോർഡ് സെക്ഷൻ നിങ്ങൾക്ക് കിട്ടും. ഫ്രീ ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PDF നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാറ്റർഡേ സൺഡേ കംപ്ലീറ്റ് എക്സാമിന് വേണ്ടിയാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. ഈ ഒരു പക്കാ പ്ലാനിങ്ങോട് കൂടി തന്നെ ഈ പ്രാവശ്യവും കഴിഞ്ഞ വട്ടം നമുക്കായിരുന്നു 1-ാം റാങ്ക്. ഈ പ്രാവശ്യവും നമുക്ക് 1-ാം റാങ്ക് മാത്രമല്ല ഒരുവിധം നല്ല റാങ്കുകൾ മൊത്തം നമ്മുടെ കുട്ടികൾക്ക് തന്നെ കിട്ടണമെന്നുള്ള വാശിയോട് കൂടി തന്നെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ പറഞ്ഞ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ നമ്പറായ 8848664002 ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. ബാക്കി കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ തന്നെ വിളിച്ച് ഡിസ്കസ് ചെയ്യാവുന്നതുള്ളൂ.